നമസ്കാരം, ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിൽ പ്രതി അഫാനുമായി തെളിവെടുപ്പ്. പിതൃമാതാവ് സൽമ ബീവിയെ കൊലപ്പെടുത്തിയ കേസിലാണ് പാങ്ങോട് പോലീസ് തെളിവെടുപ്പ് നടത്തിയത്. സൽമ ബീവിയുടെ വീട്ടിലും അഫാന്റെ വീട്ടിലും എത്തിച്ച് തെളിവെടുത്തു. കവർച്ചയ്ക്ക് ശേഷം ആഭരണങ്ങൾ പണയം വെച്ച ധനകാര്യ സ്ഥാപനത്തിലും തെളിവെടുപ്പ് നടത്തും. ജനരോഷം കണക്കിലെടുത്ത് കനത്ത സുരക്ഷയിലാണ് തെളിവെടുപ്പ്. ഏറ്റുമാനൂർ കൂട്ടാത്മഹത്യയിൽ പോലീസിനെതിരെ ഗുരുതര ആരോപണവുമായി ഷൈനിയുടെ പിതാവ്. മർദ്ദനത്തിനിരയായി ഷൈനിയെ ആശുപത്രിയിൽ എത്തിച്ചിട്ടും പോലീസ് കേസെടുക്കാൻ വൈകി. 15 ദിവസത്തിനു ശേഷമാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. വിവാഹം കഴിഞ്ഞ നാൾ മുതൽ ഷൈനി ഭർത്താവ് നോബിയുടെ പീഡനം നേരിട്ടെന്നും പിതാവ്. ആത്മഹത്യ ചെയ്യുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് ഷൈനിയെ നോബി വിളിച്ചുവെന്നും കുടുംബം. ഷൈനിയുടെ പിതാവിന്റെ ആരോപണങ്ങൾ നിഷേധിച്ച് പോലീസ് ആശുപത്രിയിൽ നിന്ന് അറിയിച്ച ഉടൻ തന്നെ വിവരം തൊടുപുഴ പോലീസിന് കൈമാറിയിരുന്നു. ഏറ്റുമാനൂർ പോലീസ് അറിയിച്ച വിവരപ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഏറ്റുമാനൂരിലെ ആത്മഹത്യയിൽ പുറത്തുവന്നത് സത്യസന്ധമായ കാര്യങ്ങളെന്ന് വാർഡ് മെമ്പർ. ഷൈനിയെ ഭർത്താവ് ക്രൂരമായി മർദ്ദിച്ചു. ഇത്രനാൾ പിടിച്ചുനിന്ന ഷൈനിയുടെ മരണത്തിന്റെ കാരണം അറിയണം. സത്യാവസ്ഥ പുറത്തുവരണമെന്നും വാർഡ് മെമ്പർ മെർലി രാജു. ഷൈനിയും മക്കളും വീട്ടിൽ നിന്നിറങ്ങുന്ന CCTV ദൃശ്യം പുറത്ത്. 3 പേരും ജീവനൊടുക്കാൻ വീട്ടിൽ നിന്നിറങ്ങി നടക്കുന്നതാണ് ദൃശ്യം. മക്കളിൽ ഒരാളെ നിർബന്ധിച്ച് വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ടു പോകുന്നതും കാണാം. പുലർച്ചെ 4:44 ഇവർ വീട് വിട്ടിറങ്ങുന്നത്. മലപ്പുറം താനൂരിൽ നിന്ന് കാണാതായ വിദ്യാർത്ഥിനികളുമായി അന്വേഷണ സംഘം കേരളത്തിലേക്ക് തിരിച്ചു. ഗരീബി രഥ് എക്സ്പ്രസിലാണ് യാത്ര. നാളെ ഉച്ചയ്ക്ക് 12 മണിയോടെ തിരൂരിലെത്തും. 38 മണിക്കൂർ നീണ്ട തിരച്ചിലിനൊടുവിലാണ് പെൺകുട്ടികളെ മഹാരാഷ്ട്രയിലെ ലോണാവാലയിൽ നിന്ന് കണ്ടെത്തിയത്. എറണാകുളം കുന്നത്തുനാട്ടിൽ തെരുവു നായകളെ കൂട്ടത്തോടെ പാർപ്പിച്ചിരുന്ന വീടിന് മുന്നിൽ നാട്ടുകാരുടെ പ്രതിഷേധം. നായകളെ ഉടൻ മാറ്റണമെന്ന് നാട്ടുകാർ. കടുത്ത ദുർഗന്ധവും കുരയ്ക്കുന്ന ശബ്ദവും നാട്ടുകാർക്ക് ശല്യമായതോടെയാണ് പ്രതിഷേധം തുടങ്ങിയത്. അനുയോജ്യമായ ഇടം കിട്ടാതെ നായ്ക്കളെ മാറ്റില്ലെന്ന് വീട്ടുകാർ. വീട്ടിനുള്ളിലുള്ളത് 60ഓളം നായകൾ. സ്ഥലം MLA PV ശ്രീജന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ ഇന്നലെയും പ്രതിഷേധിച്ചിരുന്നു. MLA കലാപാഹ്വാനം നടത്തുകയാണെന്ന് നായ്ക്കളെ വളർത്തുന്ന വീട്ടുടമ. നിയമം അനുസരിച്ചാണ് നായ്ക്കളെ വളർത്തുന്നതെന്ന് വിശദീകരണം. ജനങ്ങളുടെ പരാതിക്കൊപ്പം നിൽക്കുകയാണ് താൻ ചെയ്തതെന്ന് MLA ശ്രീനിജൻ. വിവാദമായ നായ വളർത്തൽ കേന്ദ്രം തുടങ്ങാൻ ലൈസൻസ് ഇല്ല എന്ന ജില്ലാ ഭരണകൂടം. നായ്ക്കളെ അവിടെ നിന്നും മാറ്റാൻ നടപടിയെടുക്കും. ക്രമസമാധാന പ്രശ്നം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ സ്ഥലം സന്ദർശിക്കും. CPM സംസ്ഥാന സമ്മേളനത്തിൽ പാർട്ടി സെക്രട്ടറിക്ക് വിമർശനം. മെറിറ്റും മൂല്യവും എപ്പോഴും പറയുന്ന പാർട്ടി സെക്രട്ടറി സ്ഥാനങ്ങൾ കണ്ണൂരുകാർക്ക് നൽകുന്നെന്ന് പത്തനംതിട്ടയിൽ നിന്നുള്ള PB ഹർഷകുമാർ. വമ്പൻ വ്യവസായങ്ങൾക്ക് പിറകെ പോകുമ്പോൾ പാർട്ടി അടിസ്ഥാന വിഭാഗങ്ങളെ മറക്കരുതെന്ന് പ്രതിനിധികൾ. കയർ തൊഴിലാളികളെ 2ാം പിണറായി സർക്കാർ തഴഞ്ഞു. ആശാസമരം നടക്കുമ്പോൾ PSC അംഗങ്ങളുടെ ശമ്പളം പരിഷ്കരിച്ചതിനും കുറ്റപ്പെടുത്തൽ. 2ാം പിണറായി സർക്കാരിലെ ചില മന്ത്രിമാർ പ്രതീക്ഷയ്ക്കൊത്തുയർന്നില്ലെന്ന് വിമർശനം. CPM സംസ്ഥാന സമ്മേളനത്തിൽ പ്രതിനിധികളുടെ ചർച്ചയിലാണ് പരാമർശം. പ്രതിപക്ഷവും മാധ്യമങ്ങളും മുഖ്യമന്ത്രിയെ വളഞ്ഞിട്ട് ആക്രമിച്ചപ്പോൾ മന്ത്രിമാർക്ക് പ്രതിരോധിക്കാനായില്ലെന്നും വിമർശനം. വിശ്വാസികളായ സ്ത്രീകളെ BJP ലക്ഷ്യമിടുന്നെന്ന് CPM. ക്ഷേത്രങ്ങളിലെത്തുന്ന വിശ്വാസികളായ സ്ത്രീകളെ രാഷ്ട്രീയമായി ഉപയോഗിക്കാനാണ് ശ്രമം. മഹിളാ അസോസിയേഷന് ഈ മേഖലയിൽ കടന്നു ചെല്ലാനാകുന്നില്ലെന്നും റിപ്പോർട്ടിൽ വിമർശനം. മുഹമ്മദ് റിയാസ് മാധ്യമ കടന്നാക്രമണത്തിന്റെ ഇരയെന്ന് CPM പ്രവർത്തന റിപ്പോർട്ട്. അവൈലബിൾ യോഗങ്ങളിൽ പങ്കെടുക്കുന്നതിൽ കൂടുതൽ ശ്രദ്ധ വേണമെന്ന് M സ്വരാജിന് ഉപദേശം. ഇടക്കാലത്ത് സജീവമല്ലായിരുന്നെങ്കിലും ഇപ്പോൾ നന്നായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് EP ജയരാജനും MV ഗോവിന്ദന്റെ സർട്ടിഫിക്കറ്റ്. വികസന പദ്ധതിക്ക് സെസ് ആകാമെന്ന് CPM. സമ്പന്ന വിഭാഗങ്ങൾ ഉൾപ്പെടെ എല്ലാവർക്കും സൗജന്യം വേണമോ എന്ന് പരിശോധിക്കണം. വരുമാനത്തിനനുസരിച്ച് പ്രത്യേക വിഭാഗം ആകാനുള്ള സാധ്യത പരിശോധിക്കണമെന്നും സമ്മേളനത്തിൽ അവതരിപ്പിച്ച വികസന രേഖയിൽ പറയുന്നു. പ്രകടന പത്രികയിലെ വാഗ്ദാനമായ വീട്ടമ്മമാർക്കുള്ള പെൻഷൻ ഉറപ്പാക്കും.
ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുമെന്നും കൃത്യമായി വിതരണം ചെയ്യുമെന്നും മുഖ്യമന്ത്രി അവതരിപ്പിച്ച വികസന രേഖയിൽ പറയുന്നു. സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് സെസ്സും ഫീസും എന്നത് നിർദ്ദേശങ്ങൾ മാത്രമെന്ന് മന്ത്രി പി രാജീവ്. രേഖ അംഗീകരിച്ച ശേഷം മാത്രമേ അത് അന്തിമമാകൂവെന്നും പി രാജീവ് ന്യൂസ് 18നോട്. പൊതുമേഖലയിൽ നയം മാറ്റത്തിന്റെ സൂചന നൽകി CPM നവകേരള രേഖ. പുനരുദ്ധരിക്കാൻ കഴിയാത്ത സ്ഥാപനങ്ങളിൽ പൊതു സ്വകാര്യ പങ്കാളിത്തം ആകാമെന്ന രേഖ. താൽപര്യമുള്ളവർക്ക് നടത്തിക്കൊണ്ടുപോകാൻ കരാറുണ്ടാക്കാമെന്നും രേഖ. CPM പ്രവർത്തന റിപ്പോർട്ടിന്മേൽ പൊതുചർച്ച. MV ഗോവിന്ദൻ അവതരിപ്പിച്ച രാഷ്ട്രീയ സംഘടനാ റിപ്പോർട്ടിലാണ് ചർച്ച. സംഘടനാ ദൗർബല്യങ്ങൾ പരിഹരിക്കണമെന്ന് നിർദ്ദേശിക്കുന്ന റിപ്പോർട്ട് തെറ്റുതിരുത്തൽ രേഖ നടപ്പാക്കുന്നതിൽ വരുത്തിയ വീഴ്ചകളും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇന്നലെ മുഖ്യമന്ത്രി അവതരിപ്പിച്ച വികസന രേഖയിൽ നാളെയാണ് ചർച്ച. കേന്ദ്രം സഹായം നൽകാത്തതിനാൽ സംസ്ഥാനത്തിന് വരുമാന മാർഗങ്ങൾ കണ്ടെത്തേണ്ടി വരുമെന്ന് മുൻ ധനമന്ത്രി തോമസ് ഐസക്. സംസ്ഥാന സമ്മേളനം അക്കാര്യങ്ങളും ചർച്ച ചെയ്യുമെന്നും തോമസ് ഐസക്. കൊല്ലം നഗരത്തിൽ കൊടിയും ഫ്ലക്സും സ്ഥാപിച്ച CPMന് കൊല്ലം കോർപ്പറേഷന്റെ പിഴ. 3.5 ലക്ഷം രൂപ പിഴ അടയ്ക്കണമെന്ന് CPM ജില്ലാ സെക്രട്ടറിക്ക് കോർപ്പറേഷൻ സെക്രട്ടറി നോട്ടീസ് നൽകി. ഫീസ് അടച്ച് നിയമാനുസൃതം ഫ്ലക്സ് സ്ഥാപിക്കാൻ CPM അനുമതി തേടിയിരുന്നെങ്കിലും കോർപ്പറേഷൻ തീരുമാനമെടുത്തില്ല. കൊല്ലം നഗരത്തിൽ കൊടികളും ഫ്ലക്സും നീക്കം ചെയ്യാൻ പോലീസ് സംരക്ഷണം നൽകും. കോർപ്പറേഷൻ സെക്രട്ടറിയുടെ പരാതിയെ തുടർന്ന് പോലീസ് സംരക്ഷണം നൽകുന്നത്. കോർപ്പറേഷൻ ജീവനക്കാരാകും കൊടിമരവും ഫ്ലക്സും നീക്കം ചെയ്യുക. ഇവർക്കാണ് പോലീസ് സംരക്ഷണം നൽകുക. നീക്കം ചെയ്തില്ലെങ്കിൽ പോലീസ് FIR രജിസ്റ്റർ ചെയ്യും. ആശാ വർക്കേഴ്സ് അസോസിയേഷന്റെ സെക്രട്ടേറിയറ്റിന് മുന്നിലെ അനിശ്ചിതകാല രാപ്പകൽ സമരം 26ാം ദിവസം. വാദപ്രതിവാദങ്ങളുമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ. ആശമാർക്കുള്ള ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്നാണ് സർക്കാർ നിലപാടെന്നും കേന്ദ്ര അവഗണന മൂലമുള്ള സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇതിന് വിലങ്ങുതടിയെന്നുമുള്ള നിലപാടിലാണ് സംസ്ഥാന സർക്കാർ. എന്നാൽ ബജറ്റ് വിഹിതത്തിനു പുറമെ കേരളത്തിന് അധിക തുക നൽകിയെന്ന് കേന്ദ്രം ആവർത്തിക്കുകയാണ്. അതേസമയം ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതടക്കമുള്ള ആവശ്യങ്ങൾ നടപ്പിലാകും വരെ സമരം തുടരാനാണ് ആശമാരുടെ തീരുമാനം. വനിതാ അഭിഭാഷകയെ അപമാനിച്ചെന്ന ആക്ഷേപത്തിൽ ഹൈക്കോടതിയിൽ അഭിഭാഷക പ്രതിഷേധം. ഹൈക്കോടതിയിൽ ജസ്റ്റിസ് ബദ്രുദ്ദീൻ അധ്യക്ഷനായ കോടതി മുറിയിലാണ് പ്രതിഷേധം. ജഡ്ജി തുറന്ന കോടതിയിൽ മാപ്പ് പറയണമെന്ന് അഭിഭാഷകരുടെ ആവശ്യം. പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ ജസ്റ്റിസ് ബദ്രുദ്ദീൻ കോടതി മുറിയിലെത്തിയില്ല. ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷൻ നേതാക്കളെ ചീഫ് ജസ്റ്റിസ് ചർച്ചയ്ക്ക് വിളിച്ചു. PV അൻവറിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ സസ്പെൻഷനിലായിരുന്ന മലപ്പുറം മുൻ SP സുജിത് ദാസിനെ സർവീസിൽ തിരിച്ചെടുത്തു. സസ്പെൻഷന് 6 മാസം പിന്നിട്ടതോടെയാണ് സർക്കാർ തീരുമാനം. പാലക്കാട് കുളപ്പുള്ളിയിൽ ബൈക്കിൽ സഞ്ചരിക്കവേ വൈദ്യുതി കേബിൾ കഴുത്തിൽ കുരുങ്ങി അച്ഛനും മകനും പരിക്ക്. മദൻ മോഹൻ, മകൻ അനന്തു എന്നിവർക്കാണ് പരിക്കേറ്റത്. പുലർച്ചെയായിരുന്നു അപകടം. കൊല്ലം ഓച്ചിറയിൽ കടയ്ക്ക് തീപിടിച്ചു. ക്ഷേത്രത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന സപ്ലൈകോയുടെ സൂപ്പർ മാർക്കറ്റിലാണ് തീപിടുത്തം. പുലർച്ചെ 3:30-നാണ് തീ പടർന്നത്. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്ന് പ്രാഥമിക നിഗമനം. 3 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത്. ലക്ഷങ്ങളുടെ നഷ്ടം കണക്കാക്കുന്നു. ഇടുക്കി പരുന്തുംപാറ കയ്യേറ്റത്തിൽ നഷ്ടപ്പെട്ട സർക്കാർ ഭൂമി കണ്ടെത്താൻ 15-അംഗ പ്രത്യേക സംഘം. ഇടുക്കി സബ് കളക്ടറുടെ നേതൃത്വത്തിലാകും സംഘം പ്രവർത്തിക്കുക. പേരുമേട് താലൂക്കിന് പുറത്തുള്ള ഉദ്യോഗസ്ഥ സംഘത്തിനാണ് അന്വേഷണ ചുമതല. ജില്ലാ കളക്ടർ വിളിച്ചു ചേർത്ത ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് തീരുമാനം. ഭൂമി അളന്ന് തിട്ടപ്പെടുത്താൻ 2 സർവേ ടീമുകൾക്ക് രൂപം നൽകും. ചോദ്യപേപ്പർ ചോർച്ച കേസിൽ കൂടുതൽ അന്വേഷണത്തിന് ക്രൈംബ്രാഞ്ച്. ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ട്. പ്രതികളുടെ സാമ്പത്തിക ഇടപാടും മറ്റ് സ്ഥാപനങ്ങളുടെ പങ്കും അന്വേഷിക്കണമെന്നും ക്രൈംബ്രാഞ്ച് SP KK മൊയ്തീൻകുട്ടി. കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച സോളാർ പാനൽ യൂണിറ്റിൽ നിന്നും 1 യൂണിറ്റ് വൈദ്യുതി പോലും ഉൽപ്പാദിപ്പിക്കാനാകാതെ ഓട്ടോകാസ്റ്റ് കമ്പനി. 1 വർഷം മുൻപാണ് 8 ഏക്കർ ഭൂമിയിൽ വ്യവസായ വകുപ്പ് ആയിരക്കണക്കിന് സോളാർ പാനലുകൾ സ്ഥാപിച്ചത്. 10 ലക്ഷം രൂപ പ്രതിമാസ ചെലവ് കുറയ്ക്കുന്ന പദ്ധതിയാണ് ആർക്കും പ്രയോജനമില്ലാതെ കാടുപിടിച്ച് നശിക്കുന്നത്.
ഗൾഫിൽ ജോലിക്ക് പോയ മകനു വേണ്ടി കാത്തിരിക്കുകയാണ് പത്തനംതിട്ടയിലെ ഒരു കുടുംബം. തിരുവല്ല സ്വദേശി സാം വർക്കിയുടെ തിരിച്ചുവരവിനായി വൃദ്ധമാതാവ് അടക്കമുള്ള കുടുംബമാണ് കാത്തിരിക്കുന്നത്. 2 വർഷം മുൻപ് ഏജന്റ് മുഖാന്തരമാണ് സാം വർക്കി ഷാർജയിൽ ജോലിക്കായി വിസിറ്റിംഗ് വിസയിൽ പോയത്. ലവ് ജിഹാദ് ആരോപണത്തിൽ ഭീഷണി ഭയന്ന് കേരളത്തിൽ അഭയം തേടിയ ജാർഖണ്ഡ് സ്വദേശികളുടെ വിഷയത്തിൽ ഹൈക്കോടതിയിൽ തുടർവാദം ഇന്ന് നടക്കും. നേരത്തെ കേസ് പരിഗണിച്ച കോടതി ദമ്പതികൾക്ക് കേരളത്തിൽ തന്നെ തുടരാമെന്ന് പോലീസ് സംരക്ഷണം നൽകാമെന്നും ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. നിലവിൽ കായംകുളത്താണ് ദമ്പതികളുള്ളത്. ഇന്ത്യയിലെ നഗരപ്രദേശങ്ങളിൽ സ്ത്രീകൾക്കിടയിൽ സുരക്ഷയെക്കുറിച്ച് ആശങ്കപ്പെടുന്നവരുടെ എണ്ണം കുറവെന്ന സർവേ ഫലങ്ങൾ. USAID നടത്തിയ പരിശോധനയിൽ പ്രതികരിച്ചവരിൽ 82% സ്ത്രീകളും നഗരങ്ങളെ സുരക്ഷിത അന്തരീക്ഷമായി കണക്കാക്കുന്നു. നഗരപ്രദേശങ്ങൾ സുരക്ഷിതമല്ലെന്ന് കരുതുന്നത് 6% മാത്രം. മലപ്പുറം കോഡൂരിൽ ബസ് ജീവനക്കാരും ഓട്ടോറിക്ഷ ഡ്രൈവറുമായി ഉണ്ടായ സംഘർഷത്തിൽ പരിക്കേറ്റ ഓട്ടോ ഡ്രൈവർ കുഴഞ്ഞു വീണ് മരിച്ചു. മാനൂർ സ്വദേശി അബ്ദുൾ ലത്തീഫാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസമാണ് സംഘർഷമുണ്ടായത്. ഇതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലടക്കം വ്യാപകമായി പ്രചരിച്ചിരുന്നു. മുനമ്പം വഖഫ് കേസ് പരിഗണിക്കുന്നത് മാറ്റിവെച്ചു. കേസ് ഈ മാസം 29-ന് വീണ്ടും പരിഗണിക്കും. കോഴിക്കോട് വഖഫ് ട്രൈബ്യൂണലിന്റേതാണ് നടപടി. കേസിൽ കക്ഷി ചേരാൻ ഹർജി നൽകി 2 മുനമ്പം നിവാസികൾ. കൊല്ലം പരവൂർ പാരിപ്പള്ളി റോഡിലുണ്ടായ വാഹനാപകടത്തിൽ വിദ്യാർത്ഥി മരിച്ചു. പരവൂർ സ്വദേശിയായ ഹേമന്താണ് മരിച്ചത്. കോളേജിലെ വാർഷികാഘോഷ പരിപാടിയായ ടെക്നോ ഫെസ്റ്റിൽ പങ്കെടുത്ത് മടങ്ങും വഴിയാണ് അപകടം. 3 പേർക്ക് പരിക്കുപറ്റി. ഇതിൽ ഒരാളുടെ നില ഗുരുതരമാണ്. ഇവർ സഞ്ചരിച്ചിരുന്ന കാർ നിയന്ത്രണം വിട്ട് വൈദ്യുതി തൂണിലും റോഡരികിൽ നിന്ന് മരത്തിലും ഇടിച്ചാണ് അപകടമുണ്ടായത്. ഇനി ദേശീയ വാർത്തകൾ. അനധികൃത കുടിയേറ്റത്തിന്റെ പേരിൽ US-ൽ നിന്നും നാടുകടത്തിയ ഇന്ത്യക്കാരിൽ 11 പേർക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ്. ഇന്ത്യയിൽ നിന്നും ആളുകളെ ഡെങ്കി റൂട്ടുകൾ വഴി US-ലേക്ക് എത്തിക്കുന്ന ഏജന്റുമാർക്കെതിരായ അന്വേഷണത്തിന്റെ ഭാഗമായാണ് 11 പേർക്ക് ED സമൻസ് അയച്ചത്. പഞ്ചാബ് സ്വദേശികളായ 10 പേർക്കും ഒരു ഹരിയാന സ്വദേശിക്കുമാണ് ED നോട്ടീസ് നൽകിയത്. വിദേശകാര്യമന്ത്രി S. ജയശങ്കറിനെതിരെ ബ്രിട്ടനിൽ വെച്ചുണ്ടായ പ്രതിഷേധത്തെ അപലപിച്ച വിദേശകാര്യ മന്ത്രാലയം. ഖലിസ്ഥാൻ വിഘടനവാദികളാണ് ബ്രിട്ടൻ സന്ദർശനത്തിനായി എത്തിയ ജയശങ്കറിന്റെ നേർക്ക് പാഞ്ഞെടുത്തത്. വിഷയത്തിൽ UK അവരുടെ നയതന്ത്ര ഉത്തരവാദിത്വം പാലിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഇന്ത്യ. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി കാംബ്രിഡ്ജ് സർവകലാശാല പരീക്ഷയിൽ തോറ്റിരുന്നുവെന്ന പരാമർശത്തിൽ മണിശങ്കർ അയ്യർക്കെതിരെ തുടർന്നടിച്ച് കോൺഗ്രസ്. നിരാശയുടെ പടുകുഴിയിൽ നിന്നാണ് അയ്യരുടെ പരാമർശമെന്ന് കോൺഗ്രസ് നേതാവ് അശോക് ഗെഹ്ലോട്ട്. രാഷ്ട്രീയ സ്മൃതി സ്ഥലിൽ സ്മാരകം നിർമ്മിക്കാൻ കേന്ദ്ര സർക്കാരിന് ഔദ്യോഗികമായി സമ്മതം നൽകി മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ കുടുംബം. 900 ചതുരശ്ര മീറ്റർ വിസ്തൃതിയുള്ള സ്ഥലത്താണ് മൻമോഹൻ സിംഗിനായി സ്മാരകം നിർമ്മിക്കുക. തെലങ്കാനയിലെ തുരങ്കത്തിൽ കുടുങ്ങിയ 8 പേർക്കായുള്ള തെരച്ചിൽ ദൗത്യം തുടരുന്നു. തെരച്ചിലിനായി കേരള പോലീസിന്റെ കടാവർ നായ്ക്കളെയും കൂർനൂലിൽ എത്തിച്ചു. തുരങ്കത്തിനകത്തെ മൃതദേഹങ്ങൾ തിരിച്ചറിയാനാണ് കടാവർ നായകളുടെ സഹായം തേടിയത്. കശ്മീരിൽ കഴിഞ്ഞ വർഷം എത്തിയത് റെക്കോർഡ് വിനോദസഞ്ചാരികൾ. 43,000 വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ 34.86 ലക്ഷം പേരാണ് കശ്മീർ സന്ദർശിച്ചതെന്ന് മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള. തീവ്രവാദ ആക്രമണങ്ങളിൽ ഗണ്യമായ കുറവുണ്ടായതായാണ് വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ വർധനവുണ്ടാകാൻ കാരണം. അന്താരാഷ്ട്ര വാർത്തകൾ. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി. പ്രാർത്ഥിച്ചവർക്ക് ഓഡിയോ സന്ദേശത്തിലൂടെ മാർപ്പാപ്പ നന്ദി അറിയിച്ചു. ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട ശേഷം ആദ്യമായാണ് മാർപ്പാപ്പയുടെ ശബ്ദ സന്ദേശം പുറത്തുവരുന്നത്. പോപ്പിന് നിലവിൽ ശ്വാസതടസ്സമില്ല. എന്നാൽ ശ്വാസകോശ അണുബാധയ്ക്കുള്ള ചികിത്സ തുടരുമെന്നും വത്തിക്കാൻ അറിയിച്ചു. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തുന്ന പുതിയ യാത്രാവിലക്കുകൾ അടുത്തയാഴ്ച ആദ്യം തന്നെ പ്രാബല്യത്തിൽ വന്നേക്കാമെന്ന് റിപ്പോർട്ട്. പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നുമുള്ള അനധികൃത കുടിയേറ്റക്കാരെ നിയന്ത്രിക്കുന്നതിനാണ് ട്രംപ് യാത്രാവിലക്ക് ഏർപ്പെടുത്തിയതെന്നാണ് വിവരം. അങ്ങനെയെങ്കിൽ US-ഉം പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളലുകൾ വീണേക്കാം.
കാനഡയിൽ നിന്നും മെക്സിക്കോയിൽ നിന്നുമുള്ള ചില ഉൽപ്പന്നങ്ങൾക്ക് അധിക ഇറക്കുമതി തീരുവ ചുമത്താനുള്ള തീരുമാനം മരവിപ്പിച്ച അമേരിക്ക. ഏപ്രിൽ 2 വരെ അധിക തീരുവ ചുമത്തേണ്ടെന്നാണ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ തീരുമാനം. ചൊവ്വാഴ്ച താരിഫ് നിലവിൽ വന്നതോടെ ഓഹരി വിപണിയിൽ വലിയ ഇടിവ് രേഖപ്പെടുത്തിയതിനു പിന്നാലെയാണ് ട്രംപിന്റെ പുതിയ നീക്കം. വൈകാതെ തന്നെ അമേരിക്കയുടെ താരിഫ് യുദ്ധത്തിൽ ഏർപ്പെടേണ്ടി വരുമെന്ന് കാനഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ. ട്രംപുമായി നടത്തിയ ദീർഘമായ ഫോൺ സംഭാഷണത്തിന് ശേഷമാണ് ട്രൂഡോയുടെ പ്രതികരണം. താരിഫുകൾ ദോഷം ചെയ്യില്ലെന്ന് ഉറപ്പുവരുത്താൻ ഇരു രാജ്യങ്ങളും നിരന്തരം ചർച്ചയിലാണെന്നും ട്രൂഡോ. അനധികൃത കുടിയേറ്റക്കാരെ സൈനിക വിമാനത്തിൽ അതത് രാജ്യങ്ങളിലേക്ക് തിരിച്ചയക്കുന്ന നടപടികൾ അമേരിക്ക നിർത്തിവെച്ചതായി റിപ്പോർട്ട്. സൈനിക വിമാനങ്ങൾ ഉപയോഗിക്കുന്നത് ഉയർന്ന ചെലവുണ്ടാക്കുന്നതായി കണ്ടെത്തിയ സാഹചര്യത്തിലാണ് പിന്മാറ്റമെന്നും റിപ്പോർട്ട്. ഇന്ത്യക്ക് കൈമാറാനുള്ള ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതി തഹാവൂർ റാണ സമർപ്പിച്ച അടിയന്തര അപേക്ഷ തള്ളി US സുപ്രീം കോടതി. പാകിസ്ഥാനിൽ ജനിച്ച മുസ്ലിം ആയതിനാൽ ഇന്ത്യയിൽ പീഡിപ്പിക്കപ്പെടുമെന്ന് ആരോപിച്ചായിരുന്നു റാണ അപേക്ഷ സമർപ്പിച്ചത്. കനേഡിയൻ പൗരനായ റാണയെ ഇന്ത്യക്ക് കൈമാറുന്നതിന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ മാസം അനുമതി നൽകിയിരുന്നു. ബഹിരാകാശ പര്യവേഷണ രംഗത്ത് ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സിന് വീണ്ടും തിരിച്ചടി. സ്റ്റാർഷിപ്പ് ബഹിരാകാശ പേടകം പൊട്ടിത്തെറിച്ചു. ഇതോടെ സ്റ്റാർഷിപ്പ് സൂപ്പർ ഹെവി റോക്കറ്റിന്റെ 8ാം പരീക്ഷണ വിക്ഷേപണവും പരാജയമായി. വിക്ഷേപണത്തിന് ശേഷം റോക്കറ്റിന്റെ ഹെവി ബൂസ്റ്റർ ഭാഗം 3ാം വട്ടവും ഭൂമിയിലെ യന്ത്രക്കൈയിൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്തെങ്കിലും മുകളിലെ ഷിപ്പ് ഭാഗം നിയന്ത്രണം നഷ്ടമായതിനെ തുടർന്ന് പൊട്ടിത്തെറിക്കുകയായിരുന്നു. US ദക്ഷിണ കൊറിയ സംയുക്ത സൈനികാഭ്യാസത്തിനിടെ സ്വന്തം രാജ്യത്തേക്ക് ബോംബുകൾ വർഷിച്ച ദക്ഷിണ കൊറിയൻ യുദ്ധവിമാനങ്ങൾ. പോച്ചിയോണിൽ നടന്ന സൈനികാഭ്യാസത്തിനിടെയായിരുന്നു 2 ദക്ഷിണ കൊറിയൻ യുദ്ധവിമാനങ്ങൾ 8 ബോംബുകൾ വർഷിച്ചത്. വീടുകൾക്കും ആരാധനാലയങ്ങൾക്കും മുകളിലാണ് ബോംബുകൾ പതിച്ചത്. 15 പേർക്ക് പരിക്കേറ്റു. ഇതിൽ 2 പേർ ഗുരുതരാവസ്ഥയിലാണ്. ഇനി സ്പോർട്സ് വാർത്തകൾ. ISLൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈ FC പോരാട്ടം. ബ്ലാസ്റ്റേഴ്സ് പുറത്തായെങ്കിലും മുംബൈക്ക് ഇന്നത്തെ മത്സരം നിർണായകമാണ്. സമനിലയെങ്കിലും നേടാനായാൽ മുംബൈക്ക് ആദ്യ 6-ലെത്തി പ്ലേ ഓഫ് ഉറപ്പിക്കാം. 22 മത്സരങ്ങളിൽ നിന്ന് 33 പോയിന്റുമായി 7ാം സ്ഥാനത്താണ് മുംബൈ. ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ രാത്രി 7:30-നാണ് മത്സരം. സുനിൽ ഛേത്രി തിരിച്ചെത്തുന്നു. വിരമിക്കൽ തീരുമാനം പിൻവലിച്ചാണ് താരം തിരിച്ചെത്തുന്നത്. 2027-ലെ AFC ഏഷ്യൻ കപ്പ് പോരാട്ടത്തിന്റെ യോഗ്യതാ മത്സരങ്ങൾക്കുള്ള ഇന്ത്യൻ ടീമിൽ താരം കളിക്കും. ഈ മാസം 25-ന് ബംഗ്ലാദേശിനെതിരായ പോരാട്ടത്തിൽ ഛേത്രി തന്റെ 2ാം വരവിൽ കളിക്കാനിറങ്ങും. സംസ്ഥാനത്തെ ക്രിക്കറ്റ് ഭൂപടത്തിൽ ഇടം പിടിക്കാൻ കോട്ടയം CMS കോളേജ് മൈതാനവും. BCCI നിലവാരത്തിലുള്ള അത്യാധുനിക ക്രിക്കറ്റ് സ്റ്റേഡിയം സ്ഥാപിക്കുന്നതിനായി കേരള ക്രിക്കറ്റ് അസോസിയേഷൻ CMS കോളേജ് മാനേജ്മെന്റുമായി ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. കരാർ പ്രകാരം CMS കോളേജിന്റെ നിലവിലുള്ള ഗ്രൗണ്ട് 30 വർഷത്തേക്ക് KCAക്ക് നൽകും. പ്രാദേശിക വാർത്തകൾ. കണ്ണൂർ മയ്യിൽ റൂട്ടിൽ സ്വകാര്യ ബസ് പണിമുടക്ക്. വിദ്യാർത്ഥികളെ ബസ്സിൽ കയറ്റുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തിനിടെ ജീവനക്കാരെ മർദ്ദിച്ചുവെന്നാരോപിച്ചാണ് പ്രതിഷേധം. നാട്ടുകാർ മർദ്ദിച്ചെന്നാണ് ബസ് ജീവനക്കാരുടെ ആരോപണം. എന്നാൽ ബസ് ജീവനക്കാർ വിദ്യാർത്ഥികളെ മർദ്ദിക്കുന്ന വീഡിയോയും പുറത്തുവന്നു. ആലപ്പുഴയിൽ MDMAയുമായി CPM ബ്രാഞ്ച് സെക്രട്ടറി പിടിയിൽ. സൗത്ത് പോലീസിന്റെ പിടിയിലാണ് മുനിസിപ്പൽ സ്റ്റേഡിയം കിഴക്ക് ബ്രാഞ്ച് സെക്രട്ടറി വിഘ്നേഷ് പിടിയിലായിരിക്കുന്നത്. വിഘ്നേഷ് പിടിയിലായത് ഹരിപ്പാട് നിന്ന്. പിടികൂടിയയാൾ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇടുക്കി ഇരട്ടയാറിൽ പട്ടയഭൂമിയിൽ നിന്ന് അനധികൃതമായി മുറിച്ചുകടത്തിയ തേക്കിൻ തടികൾ പിടികൂടി. വാഹന പരിശോധനയ്ക്കിടെ ചേറ്റുകുഴിക്ക് സമീപത്ത് വെച്ചാണ് തടിയും കടത്താനുപയോഗിച്ച വാഹനവും പിടിച്ചത്. തടി മുറിച്ച് 16 കഷ്ണങ്ങളാക്കി വാഹനത്തിൽ കയറ്റുകയായിരുന്നു. 1 ലക്ഷത്തിലധികം രൂപ വില വരുമെന്നാണ് വനംവകുപ്പിന്റെ നിഗമനം. കമ്പംമേട്ട് പോലീസ് ആണ് പിടികൂടിയത്. മൂന്നാറിലേക്കും ഗവിയിലേക്കും ഉൾപ്പെടെ അവധിക്കാല ടൂർ പാക്കേജുമായി KSRTC തലശ്ശേരി യൂണിറ്റാണ് പാക്കേജ് ഒരുക്കുന്നത്. ഈ മാസം 14-ന് മൂന്നാറിലേക്കാണ് ആദ്യ യാത്ര. വ്യത്യസ്ത ടൂർ പാക്കേജുകളിലായി മൂകാംബിക ക്ഷേത്രം,
കൊച്ചി കപ്പൽ യാത്ര, നിലമ്പൂർ എന്നീ സ്ഥലങ്ങളിലേക്കും ഏപ്രിൽ 25-ന് ഗവിയിലേക്കുമാണ് പാക്കേജ് ഒരുക്കിയിരിക്കുന്നത്. കൊല്ലം ചടയമംഗലത്ത് മയക്കുമരുന്നുമായി യുവാവ് പിടിയിൽ. കാരാളിക്കോണം സ്വദേശി മുഹമ്മദ് ബിലാലാണ് പിടിയിലായത്. MC റോഡിൽ ആയൂർ പാലത്തിന് സമീപം ബൈക്കിലെത്തിയ ബിലാലിൽ നിന്ന് കഞ്ചാവും മയക്കുമരുന്നുമാണ് പിടികൂടിയത്. ഇടുക്കിയിലെ തദ്ദേശ സ്ഥാപനങ്ങളുടെ പദ്ധതി നിർവഹണത്തിൽ വീഴ്ചയെന്ന് BJP. കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്നും BJP സൗത്ത് സോൺ പ്രസിഡന്റ് VC വർഗീസ്. ഇടുക്കിയിൽ പെരും തേനീച്ചയുടെ കുത്തേറ്റ് ചികിത്സയിലിരുന്ന തൊഴിലാളി മരിച്ചു. ഉടുമ്പൻചോല ആട്ടുംപാറ സ്വദേശി സുബ്രഹ്മണിയാണ് മരിച്ചത്. ഈ മാസം 1-നായിരുന്നു സുബ്രഹ്മണിക്ക് പെരും തേനീച്ചയുടെ കുത്തേറ്റത്. വെള്ളം ശേഖരിക്കുന്നതിനിടെ തേനീച്ചക്കൂട്ടം ആക്രമിക്കുകയായിരുന്നു. കോഴിക്കോട് മുക്കത്ത് പോലീസ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. മണാശ്ശേരിയിലെ പെട്ടിക്കടയിൽ നിന്നാണ് ഇവ പിടിച്ചത്. രഹസ്യവിവരത്തെ തുടർന്നായിരുന്നു പരിശോധന. വർദ്ധിച്ചുവരുന്ന ലഹരി ആക്രമണങ്ങൾക്കെതിരെ തിരുവനന്തപുരം പാച്ചല്ലൂർ ഹോളി ഫാമിലി സ്കൂളിലെ വിദ്യാർത്ഥികളുടെ ഫ്ലാഷ് മോബ്. തിരുവല്ലം ജംഗ്ഷനിലായിരുന്നു കുട്ടികളുടെ പരിപാടി. തിരുവല്ലം പോലീസിന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങളുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് പ്രത്യേക ഗ്രൗണ്ടുകൾ സജ്ജമാക്കി തിരുവനന്തപുരം സിറ്റി പോലീസ്. സ്കൂൾ കോമ്പൗണ്ടുകൾ ഉൾപ്പെടെ പാർക്കിങ്ങിന് ഉപയോഗിച്ചാണ് ക്രമീകരണം. സിറ്റി പോലീസ് നൽകുന്ന QR കോഡ് സ്കാൻ ചെയ്താൽ പാർക്കിങ്ങിനുള്ള സ്ഥലവും റൂട്ട് മാപ്പും ലഭിക്കും. സോഷ്യൽ മീഡിയ വഴിയാണ് QR കോഡ് വിവരങ്ങൾ നൽകുക. മലപ്പുറം നിലമ്പൂരിൽ മുൻ നൃത്താധ്യാപികയായ വയോധികയ്ക്ക് ക്രൂരമർദ്ദനമേറ്റ സംഭവത്തിൽ മന്ത്രി ഡോക്ടർ R ബിന്ദു അടിയന്തര റിപ്പോർട്ട് തേടി. സംഭവം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ മലപ്പുറം ജില്ലാ സാമൂഹ്യനീതി ഓഫീസറോട് അടിയന്തരമായി നടപടികൾ സ്വീകരിക്കാനും റിപ്പോർട്ട് നൽകാനും മന്ത്രി നിർദ്ദേശം നൽകി. നിലമ്പൂർ CH നഗറിലെ 80-കാരിയായ ഇന്ദ്രാണിക്കാണ് മർദ്ദനമേറ്റത്. അയൽക്കാരനായ വയോധികൻ ഷാജിയാണ് ഇന്ദ്രാണിയെ മർദ്ദിച്ചത്. ഇടുക്കിയിലെ ആദ്യകാല വിദ്യാലയമായ മുള്ളരിക്കുടി സർക്കാർ LP സ്കൂളിന്റെ രജത ജൂബിലി ആഘോഷവും പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമവും സ്കൂൾ വാർഷികവും ഈ മാസം 8-ന് നടക്കുമെന്ന് സ്കൂൾ അധികൃതർ. നാളെ രാവിലെ 9-ന് ആഘോഷ പരിപാടികൾ ആരംഭിക്കും. മന്ത്രി റോഷി അഗസ്റ്റിൻ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ചന്ദ്ര നീരാണിക്കുന്നേൽ അധ്യക്ഷത വഹിക്കും. ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം. മറ്റേതൊരു വന്യജീവി സങ്കേതത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു സങ്കേതം. ശബ്ദമില്ലാത്തവരെ സംരക്ഷിക്കാനുള്ള ഒരു ദൗത്യം. माताजी ने मुझे सिखाया था हम जानवर का और अलग अलग जीव जंतु का सेवा कैसे करें. വന്യജീവി സംരക്ഷണത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്ന ഒരു സേവാലയം വൻതാര വന്യജീവി രക്ഷാപ്രവർത്തനത്തെയും പുനരധിവാസത്തെയും പുനർനിർവചിക്കുന്നു. ലോകമത് ശ്രദ്ധിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ രക്ഷാപ്രവർത്തന പുനരധിവാസ സംരക്ഷണ കേന്ദ്രത്തിന് പിന്നിലെ അസാധാരണമായ കഥ. പ്രാണിമിത്ര ദ വൻതാര സ്റ്റോറി കാണുക ഇന്ന് രാത്രി 8-ന് News 18 നെറ്റ്വർക്കിൽ മാത്രം.